മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇന്റെ ഒരു പ്രഭാഷണത്തിൽ ഏകദേശം 10 മിനിറ്റോളം എന്ന് പറയപ്പെടുന്നു ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. റസൂൽ പറയുന്നുണ്ട്, കുല്ലുക്കും മിൻ ആദം വ ആദമ മിൻ തുറാബ്. നിങ്ങൾ എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമോ മണ്ണിൽ നിന്നുള്ളതാണ്. ലൈസ ലി അറബിൻ ഫദ്ലുൻ അലാ അഅ്ജമിൻ ഇല്ലാ ബിത്തഖ്വ വലാ ലി അബിയദ അലൽ അസ്വദ് ഇല്ലാ ബിത്തഖ്വ. ഒരു അറബിക്ക് അറബിയല്ലാത്തവനേക്കാൾ ഒരു പ്രാധാന്യവുമില്ല, ഒരു വെളുത്തവൻ ഒരു കറുത്തവനേക്കാൾ ഒരു പ്രാധാന്യവുമില്ല. തഖ്വയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നിറത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെ പേരിലൊന്നും ഒരു പ്രാധാന്യവുമില്ല. ഒരാളെയും അടുപ്പിക്കേണ്ടതുമില്ല, അകറ്റേണ്ടതുമില്ല. ഐത്വം ആത്മാവിനെ നശിപ്പിക്കുന്ന പാപമാണെന്ന് ഗാന്ധിജി പറയുന്നത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ദിമാഅകും വഅറാദുകും വഅംവാലുകും ഹറാമുൻ അലൈക്കും. നിങ്ങൾ പരസ്പരം ഒരാളുടെ സമ്പത്ത് അവിഹിതമായ രീതിയിൽ കവർന്നെടുക്കാൻ പാടില്ല, അത് നിങ്ങൾക്ക് ഹറാമാണ്. അഭിമാനവും അങ്ങനെ തന്നെയാണ്, രക്തവും അങ്ങനെ തന്നെയാണ്. നിഷിദ്ധമാണത് ഒരാളുടേത് മറ്റൊരാളെ കവർന്നെടുക്കുക എന്നത്, അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുക എന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന കുല്ല ശൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യത്തി മൗദൂഉ തഹത ഖദമി. ജാഹിലിയ്യ കാലത്ത് നടമാടിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ആ രാജ്യത്ത് ഉണ്ടായിരുന്ന ചില അടിമത്തങ്ങളുണ്ട്, ചില ചൂഷണങ്ങളുണ്ട്, ചില അധാർമികതകളുണ്ട്, അവകാശ നിഷേധങ്ങളുണ്ട്. ഇതെല്ലാം എന്റെ കാലിന്റെ അടിയിലിട്ട് ചവിട്ടി ഞാൻ താഴ്ത്തുന്നു എന്ന് റസൂൽ പ്രഖ്യാപിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാമ്പത്തിക ചൂഷണത്തിനെതിരെ അവിടുന്ന് പ്രഖ്യാപനം നടത്തി. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം? ഇന്ന റിബൽ ജാഹിലിയ്യത്തി മൗദൂ. ജാഹിലിയ്യകള് സാമ്പത്തിക ചൂഷണം നടത്തിയിരുന്നു, അവർ പലിശ വാങ്ങിയിരുന്നു. ആ പലിശ മുഴുവനും ഇന്ന് ഇവിടെ വെച്ച് എഴുതി തള്ളുകയാണ്. ആദ്യമായിട്ട് അബ്ബാസ് റളിയല്ലാഹു, എന്റെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ആരെങ്കിലും പലിശ കൊടുക്കാനുണ്ടെങ്കിൽ ഈ സമയം വെച്ച് ഫസ്റ്റിൽ തന്നെ അത് എഴുതി തള്ളുകയാണ്. ഇങ്ങനെ സാമ്പത്തിക ചൂഷണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുതി വരുത്തി. മാത്രമല്ല, നിങ്ങൾ നോക്ക്, സ്ത്രീകൾക്കുള്ള അവകാശത്തെ സ്ത്രീകൾക്ക് ജീവിക്കാൻ അനുവദിക്കാത്തൊരു കാലഘട്ടമായിരുന്നല്ലോ 6-ാം നൂറ്റാണ്ട്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം വരുന്നത്. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ലിനിസാഇകും അലൈക്കും ഹഖ്ഖാ വലക്കും അലൈഹിന്ന ഹഖ്ഖാ. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതകളുണ്ട്, അത് നിങ്ങൾ നിർവഹിക്കണം. വത്തഖുല്ലാഹ ഫിന്നിസാ. സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അവരെ പീഡിപ്പിക്കാൻ പാടില്ല, അവർക്കുള്ള അവകാശം നിങ്ങൾ നൽകണം. മഹർ, വിവാഹമൂല്യം പിതാവിന്റെ അവകാശമായിട്ട് വെച്ചിരുന്ന കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അവകാശം നേടിക്കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ. അതുപോലെ തന്നെ ഇസ്ലാമിലുള്ള ഒരു പരിശുദ്ധ ഇസ്ലാം വിശ്വാസ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്, നബിയെ പറയണം, അങ്ങ് പറയൂ നബിയെ, സത്യം അല്ലാഹുവിന്റെ ഭാഗത്തുള്ളതാണ്, സത്യം അല്ലാഹു പറയുന്നതാണ്, അല്ലാഹു അവതരിപ്പിച്ചതാണ്. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇഷ്ടമുള്ളവരെ അവിശ്വസിക്കാം, ആർക്കും ഒരു നിർബന്ധവുമില്ല.
ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. സന്മാർഗമേതെന്നും ദുർമാർഗമേതെന്നും വളരെ കൃത്യമായി ഇവിടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിലൊരു നിർബന്ധ പരിവർത്തനമില്ല, ആരെയും മുസ്ലിമാകാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ, അല്ലാത്തവൻ നരകത്തിൽ പോകേണ്ടി വരും എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഒരാളെയും നിർബന്ധിച്ച് പരിവർത്തനം നടത്തുന്നില്ല എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം വിരോധികൾ ഇസ്ലാമിനെതിരെ ആഞ്ഞടിക്കുന്ന ചില കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണത്. ഒരിക്കലും ഇസ്ലാം നിർബന്ധ പരിവർത്തനം നടത്തുന്നില്ല. അതുപോലെ തന്നെ ഏത് വ്യക്തിക്കും ആരോടും തന്റെ അഭിപ്രായങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു അവകാശം ഇസ്ലാം നൽകുന്നുണ്ട്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അന്യായം പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിക്ക് മുന്നിൽ നീതി തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, അത് ആ അവകാശം ജിഹാദ് ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരു മനുഷ്യന്റെയും വാ മൂടിക്കെട്ടുന്നില്ല ഇസ്ലാം. ഒരു അഭിപ്രായത്തെയും ക്ലോസ് ചെയ്യുന്നില്ല ഇസ്ലാം. അതിനുള്ള അനുവാദവും സ്വാതന്ത്ര്യവും നൽകുകയാണ്. നിങ്ങൾ നോക്ക്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വേദിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ വെച്ചിട്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പം ഇറക്കമുള്ള നീളമുള്ള ജുബ്ബയിട്ടാണ് പ്രസംഗിക്കുന്നത്. അപ്പോഴാണ് സദസ്സിൽ നിന്ന് ഒരു സാധാരണക്കാരനായ ഒരു ഗ്രാമീണൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുന്നത്, ഉമർ ഖലീഫയാണ്, താങ്കളുടെ പമീസിന് ഒരല്പം നീളം കൂടുതലാണല്ലോ, എനിക്കുള്ള പമീസ് അത്രയൊന്നുമില്ലല്ലോ, എനിക്കുള്ള പമീസ് വൈദ്യുതി തന്നതാണ് അതിന്റെ തുണി, ഇതിന് ഇത്രയേ നീളമുള്ളൂ, നിങ്ങൾക്കൊരല്പം കൂടുതൽ നീളം കാണുന്നു, ഇത് ബൈത്തുൽമാലിൽ നിന്ന് അവിഹിതമായി നിങ്ങൾ ശേഖരിച്ചതാണോ, നിങ്ങൾ തട്ടിയെടുത്തതാണോ എന്നൊരു ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് കൈ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാണ്. അറസ്റ്റ് ചെയ്യാനല്ല ഉത്തരവുണ്ടായത്, അവൻ തുറങ്കിലടക്കാനല്ല ഉത്തരവുണ്ടായത്, മറിച്ച് ഇതിന്റെ മറുപടി എന്റെ മകൻ അബ്ദുള്ള പറയും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, അത് എന്റെ ഷർപ്പീസ് അതുകൂടി എന്റെ ബാപ്പാക്ക് കൊടുത്തതാണെന്നാണ് മറുപടി പറഞ്ഞത്. അതേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലെ സ്ത്രീകള് വിവാഹ മൂല്യങ്ങളിൽ അനിയന്ത്രിതമായി കൊണ്ട് ആവശ്യപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നത്. ആ സമയത്ത് പുരുഷന്മാർക്ക് അത് താങ്ങാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പ്രഖ്യാപനം മിമ്പറിൽ വെച്ചിട്ട് അതൊന്ന് കൺട്രോൾ ചെയ്യണമെന്ന്, നിയന്ത്രിക്കണം, എത്രയൊന്നും മഹർ ചോദിക്കാൻ പാടില്ല സ്ത്രീകള്. ഇത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫ പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് പറയാ, ഉമർ ഖലീഫ, നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹു നൽകിയ ഒരു നിയമത്തെ, ഒരു അവകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ? സ്ത്രീയുടെ മനസ്സ് തൃപ്തിയാകുന്ന രീതിയിൽ നിങ്ങൾ മഹർ കൊടുക്കണമെന്ന് അല്ലാഹു അല്ലേ പറഞ്ഞത്? അതിന് നിങ്ങൾ എങ്ങനെ ഒരു പരിധി നിശ്ചയിക്കുമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ്. ആ സ്ത്രീ പറഞ്ഞതാണ് ശരി. ഇങ്ങനെ ആർക്കും ആരോടും അഭിപ്രായം പറയാനുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യവും അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാങ്ങിച്ച് നേടിക്കൊടുത്ത, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ നോക്ക്, 6-ാം നൂറ്റാണ്ടില് അറബികൾക്കിടയിൽ അടിമത്തം ഒരു സാമ്പത്തിക സ്രോതസ്സായിരുന്നു. അതുപോലെ തന്നെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ അത് എല്ലാം വ്യാപകമായിരുന്നു. ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ പെട്ടെന്ന് പെഴുതെറിയുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിലപാട് ഘട്ടം ഘട്ടമായി ആ അടിമത്തത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്.
സ്വഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്, 2227 നമ്പർ ഹദീസ്. സലാസത്തുൻ അന ഹസ്ബുഹും യൗമൽ ഖിയാമ, ഞാൻ എതിരാകുന്ന എന്റെ ശത്രുവായി വരുന്ന 3 ആൾക്കാരുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3-ൽ നിന്ന് ഒരാളെ പരിചയപ്പെടുത്തിയത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നീചകൃത്യത്തെ പറ്റിയാണ്. എന്തായിരുന്നു ആ നീചകൃത്യം? സ്വതന്ത്രന്മാരായ ദുർബലരായ ആൾക്കാരെ തട്ടിപ്പിട്ട് കൊണ്ടുപോയിട്ട് അവരെ അടിമയാക്കുന്ന ഒരു സമ്പ്രദായം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ സമ്പന്നന്മാരോട് സഹായങ്ങൾ ചോദിച്ചും അതുപോലെ കടങ്ങൾ വാങ്ങിച്ചും ജീവിക്കുന്ന രീതിയിലായിരുന്നു. അത് തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോൾ അവരെ അടിമയായി പിടിച്ചു വെക്കും. ഇങ്ങനെ ഈ അടിമ സമ്പ്രദായത്തിന് ഈ സമ്പ്രദായത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്റ്റോപ്പ് ചെയ്തു. നബി പറഞ്ഞു, അങ്ങനെ അടിമകളെ സ്വതന്ത്രന്മാരെ പിടിച്ചുകൊണ്ടുപോയി അടിമയാക്കുന്നവരുമായി ഞാൻ എതിർപ്പായിരിക്കും, പരലോകത്തിന്റെ ശത്രുവാണവൻ എന്ന്. അതുപോലെ കടം ഉള്ളവരെ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവന് അവന്റെ അവധികളും കാര്യങ്ങളും നീട്ടിക്കൊടുക്കുവാനും ദാനധർമ്മം ചെയ്യുവാനുമുള്ള പ്രചോദനം നൽകിയിട്ട് ഈ ഒരു സംവിധാനത്തെ ഇസ്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണ്, അതിനെ ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ പാടില്ലായെന്ന് നിഷേധിക്കുകയും പാടില്ലായെന്ന് പറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്ക്, അടിമമോചനത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നന്മയുടെ ഉന്നത മാർഗമായിട്ടാണ്. സൂറത്തുൽ ബലദിലെ 13-ാമത്തെ ആയത്തിൽ അടിമമോചനത്തെ പറ്റിയിട്ട് അല്ലാഹു തആല പറയുന്നത്. അതുപോലെ അടിമയെ മോചിപ്പിച്ചാൽ ആ അടിമയുടെ ഓരോ അവയവത്തിന്റെയും പകരമായി അല്ലാഹു തആല അവർക്ക് നരകമോചനം നൽകുമെന്ന് റസൂലിന്റെ വാക്കുണ്ട്. ഇങ്ങനെ അടിമമോചനത്തിന് പ്രചോദനം നൽകി എന്ന് മാത്രമല്ല, അതിന്റെ പുണ്യങ്ങൾ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമ്മളോട് പറയുന്നു, നിങ്ങളെ കൈകൊണ്ട്, വിശ്വാസിയുടെ കൈകൊണ്ട് എന്തെങ്കിലും ഒരു പിഴവ് മൂലം ഒരു കൊലപാതകം നടന്നു പോയാൽ ഏതെങ്കിലും ഒരു അടിമയെ നിങ്ങൾ മോചിപ്പിക്കണം, അതിന്റെ പ്രായശ്ചിത്തമായിട്ട്. അതുപോലെ ശപഥം ചെയ്ത് നിങ്ങൾ അത് ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് നിങ്ങൾ ഒരു അടിമയെ മോചിപ്പിക്കണം. സൂറത്തുൽ മാഇദയിലെ 89-ാമത്തെ ആയത്തിൽ ലിഹാദ് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അറബികൾക്കിടയിൽ. അഥവാ തന്റെ ഇണയുടെ മുഖത്ത് നോക്കിയിട്ട് ആ ഭർത്താവ് പറഞ്ഞു പോയി, നീ എന്റെ ഉമ്മയെ പോലെയാണെന്ന് പറഞ്ഞാൽ അവിടെ ഡിവോഴ്സ് ആകുമെന്നായിരുന്നു ആ കാലഘട്ടത്തിലെ വിശ്വാസം. ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇസ്ലാം പറഞ്ഞു അങ്ങനെ പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിലുള്ള ഒരു രീതിയാണല്ലോ സമൂഹത്തിന്. അങ്ങനെ പറയണ്ട. അങ്ങനെ പറഞ്ഞാലോ നിങ്ങളൊരു അടിമയെ മോചിപ്പിക്കണം. ഒരു അടിമയെ മോചിപ്പിക്കുക എന്നത് സാമ്പത്തികമായി വലിയ ബാധ്യതയുള്ളതാണ്. മാത്രവുമല്ല, നിലവിലുള്ള ഒരു സമ്പ്രദായത്തിനെ അത് ഇല്ലാതെയാക്കാൻ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈംഗികത കൊണ്ട് നോമ്പ് മുറിച്ച്, ലൈംഗിക വീഴ്ച കൊണ്ട് നോമ്പ് മുറിഞ്ഞു പോയാൽ അതിന്റെ പ്രായശ്ചിത്തം എന്താണ്? നിങ്ങളൊരു അടിമയെ മോചിപ്പിക്കലാണ്. ഇങ്ങനെ അടിമയെ മോചിപ്പിക്കുക, അടിമത്തത്തെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു കാര്യമാണോ വിവിധ ഘട്ടങ്ങളിലായിക്കൊണ്ട്, വിവിധ സന്ദർഭങ്ങളിലായിക്കൊണ്ട്, വിവിധ കാര്യത്തിലുള്ള പ്രായശ്ചിത്തമായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്? നിങ്ങൾ നോക്ക്. എന്നിട്ട് അന്ന് അടിമകളെ വെച്ച് പുലർത്തിയ ആൾക്കാരോട് പറയുന്ന വല്ലദീന യബ്തഗൂനൽ കിതാബ മിമ്മാ മലക്കത് അയ്മാനുകും ഫകാതിമുഹും ആതുഹും മിൻ മാലില്ലാഹി ലദീ ആതാകും. നിങ്ങളെ അടിമ നിങ്ങളോട് പറഞ്ഞ് എനിക്ക് എന്നെ സ്വതന്ത്രപത്രം എഴുതണം, എന്നെ മോചിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് വൈമനസ്യം കാണിക്കരുതേ എന്ന് പറയുന്നു. മാത്രമല്ല, നിങ്ങൾ അയാളെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യണം. ഇങ്ങനെ അടിമത്തത്തെ ഇല്ലാതാക്കിയ ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം.